ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡയറക്റ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം, ഇന്നത്തെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് വരുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്. 10 ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയുമായി ബന്ധപ്പെട്ട നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ആരെങ്കിലുമായിട്ട് പിണങ്ങിയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, കുട്ടികളുമായിട്ടോ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ടൊക്കെ നിങ്ങൾ പിണക്കത്തിലായിരുന്നെങ്കിൽ അവരുമായിട്ടൊക്കെ ആ പിണക്കമൊക്കെ മാറി വളരെ സ്നേഹത്തിലായ ഒരു എനർജിയാണ്. നിങ്ങൾ ഫാമിലിയോടൊപ്പം കൂടുതൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നമുക്കെപ്പോഴും നമുക്ക് ഒരു ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ട സമയമായി എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വന്നേക്കാം. ചിലപ്പോൾ അത്രയധികം ശ്രദ്ധ കൊടുക്കാതിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു തിരിച്ചറിവ് പോലെ ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇനി അങ്ങനെയല്ല, നമ്മുടെ കുടുംബത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും ചെയ്യണം എന്നൊക്കെ തോന്നുന്നൊരു സമയമാണ് ഇപ്പോഴത്തെ സമയം. പിന്നെ കുടുംബത്തോടൊപ്പം ഇരിക്കാൻ വളരെ സന്തോഷിക്കുന്നു എന്നുള്ളത്, വളരെ സന്തോഷം തോന്നുന്നു. നമ്മൾ എവിടെ പോയാലും നമ്മുടെ കുടുംബത്തിലിരിക്കുമ്പോഴാണ് കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് ചിലപ്പോൾ വേറെ ഒരിടത്തുനിന്നും കിട്ടാറില്ല. കുറേ ആൾക്കാർക്ക് ഇത് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആകുന്ന ഒരു എനർജിയാണുള്ളത്. 8 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ്ഡ് ആകുന്നു എന്നാണ് കാണുന്നത്. ഇപ്പൊ എന്താണോ ചെയ്യുന്നത്, അതിപ്പോ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ കൂടുതൽ ഫോക്കസ്ഡ് ആകുന്നുണ്ടായിരിക്കാം. നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കുന്നു. ഇപ്പൊ ഇന്നത്തെ ദിവസം ജോലി സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ എന്തോ പഠിക്കാൻ പോകുന്ന ഒരു എനർജി ഉണ്ട്. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ശരിക്കും ബിസി ആയിരിക്കും. ഒരു ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി ചെയ്യുന്നു എന്നാണ് കാണുന്നത്. കൂടുതൽ പഠിക്കേണ്ടതുണ്ടെങ്കിലോ മനസ്സിലാക്കേണ്ടതുണ്ടെങ്കിലോ ആരെങ്കിലുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ അവരിൽ നിന്നും ഒരു അറിവ് നേടുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ചിലപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ എത്ര പ്രായമായാലും നിങ്ങൾ പഠിക്കുന്ന ഈ ഒരു സമയം നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നു. അപ്പം നമുക്ക് തന്നെ ഒരു ഇഷ്ടം തോന്നുന്നു എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തോട്. അത് എന്ത് കാര്യമായാലും, നമ്മൾ ജോലി ചെയ്താലും പഠിച്ചാലും വേറെ എന്ത് കാര്യം ചെയ്താലും നമ്മൾ ചെയ്യുന്ന കാര്യത്തോട് കൂടുതൽ ആത്മാർത്ഥത പുലർത്താൻ ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രമിക്കും, അല്ലെങ്കിൽ ശ്രമിക്കണം എന്നാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കണം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ കൂടുതൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയല്ല, നിങ്ങൾ ഒന്ന് മാറ്റി ചിന്തിക്കാനുള്ളൊരു സമയമായി. അത് എന്ത് കാര്യമായാലും, ഇപ്പം ഈവൻ നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയ ആൾക്കാരാണെങ്കിലും അതെപ്പോഴെങ്കിലുമൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ഒരു സമയം നിങ്ങൾ വീണ്ടും അതിലേക്ക് കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളത് റീസ്റ്റാർട്ട് ചെയ്യുക. കൂടുതൽ ശരിക്കും ആ കാര്യത്തിൽ നിങ്ങൾ നല്ല ഫോക്കസ് ചെയ്ത് തന്നെ ആ ഒരു സ്പിരിച്വൽ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജാണുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യം ആഗ്രഹിച്ചിട്ടാണോ ഈ ഒരു സ്പിരിച്വൽ വർക്ക് ചെയ്യണത്, ചിലപ്പം ചില ആൾക്കാർ മാത്രമാണ് ഈ മോക്ഷം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യണത്. ബാക്കി കുറേയധികം ആൾക്കാർ നമ്മൾ ഈ സ്പിരിച്വൽ വർക്ക് ചെയ്യണത് നമ്മളുടെ ഇവിടെ താമസിക്കുന്ന ഈ ഒരു സമയത്ത്. അപ്പോൾ മെറ്റീരിയൽ ലൈഫിൽ കൂടുതൽ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് കൂടുതൽ ആൾക്കാരും നമ്മൾ ഈ ഒരു ദൈവികതയിലേക്ക് പോകണത് അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിലേക്ക് പോണത്. അപ്പം നിങ്ങൾ ഈ ഒരു സമയം അത് ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ചെയ്യണതെങ്കിലും നിങ്ങളത് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട സമയമായി എന്നുള്ളതാണ്. മൂൺ കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം എന്നുള്ളതാണ്. നമ്മൾ മറ്റ് പുറത്തുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഗൈഡൻസിൻ്റെയും ചിലപ്പോൾ ആവശ്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങളുടെ ഇൻഡ്യൂഷൻ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ സമയത്ത് നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കുക, ഈ ഒരു കാര്യം ഞാൻ ചെയ്യേണ്ടതുണ്ടോ,
ഈ ഒരു കാര്യം ഞാൻ ചെയ്യേണ്ടതുണ്ടോ, ഇത് എൻ്റെ ഡെസ്റ്റിനിയിലുള്ളൊരു കാര്യമാണോ എന്നൊക്കെ നിങ്ങൾ ഇപ്പം എന്ത് കാര്യമാണോ ചെയ്യണത് ആ എല്ലാ കാര്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് തന്നെ കിട്ടും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഗൈഡൻസ്, ഇപ്പം എന്ത് കാര്യത്തിനാണോ നമ്മൾ ഗൈഡൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ഗൈഡൻസ് നമ്മളുടെ ഇൻഡ്യൂഷനിലൂടെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ അല്ലാത്ത ആൾക്കാർ നിങ്ങൾ ഇതുപോലെ ടാരോ റീഡിങ്സിലൂടെയോ അല്ലെങ്കിൽ ഈ യൂട്യൂബ് പോലെയുള്ള അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങളുടെ സോള് ഈ ഒരു സമയം ശരിക്കും ഒരു എക്സ്പാൻഡ് ചെയ്യുന്നൊരു സമയമാണ്. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ സോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇതൊരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. അത് ഈ ഒരു സമയം നിങ്ങൾ കടന്നു പോകേണ്ട ഒരു അവസ്ഥ ആണത്. ചിലപ്പം നിഗൂഢമായ പല കാര്യങ്ങളും ഈ ഒരു സമയം നിങ്ങൾക്ക് റിവീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇപ്പോഴായിരിക്കും അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളുടെ എന്തുകൊണ്ടാണ് ആ ഒരു കാര്യം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതെന്ന് ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. 5 ഓഫ് എയർ ആണ്. ഇതിലൊരു 5 സോഡ്സിന്റെ എനർജിയാണ്. നിങ്ങളിൽ വന്നിട്ടുള്ള മിസ്റ്റേക്സ്, നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ, അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ വീണ്ടും ആലോചിക്കുന്നുണ്ട്. ഞാൻ ചെയ്യേണ്ട കാര്യമാണോ, എൻ്റെ കയ്യിൽ നിന്ന് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചു പോയത്, ആ ഒരു കാര്യം സംഭവിച്ചതിൽ നിങ്ങളുടെ റോൾ എന്താണ്. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ട്രാജഡി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ നിങ്ങളുടെ റോൾ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ചിലപ്പം പാസ്റ്റിൽ നിങ്ങൾ ഇതെല്ലാം മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കെട്ടിക്കൊടുക്കും. അത് എൻ്റെ കുറ്റം കൊണ്ടല്ല, ഇത് മറ്റുള്ളവർ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ ആരെങ്കിലും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് സംഭവിച്ചത് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങളൊന്ന് തിരുത്തി ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു കാര്യം സംഭവിച്ചാൽ എൻ്റെ റോൾ എന്താണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്. ഞാൻ ചെയ്തതിൽ എന്ത് കാര്യമാണ് മിസ്റ്റേക്ക് ആയിപ്പോയത്, ഞാൻ ചെയ്യേണ്ടിയിരുന്നില്ലാത്ത എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടോ, ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു കാര്യം സംഭവിച്ചത് ഞാൻ പാസ്റ്റിൽ ആരെങ്കിലും വേദനിപ്പിച്ചത് കൊണ്ടാണോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് എപ്പോഴും നമ്മളോട് ഒന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. നമ്മളെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നത്, പാസ്റ്റിൽ നമ്മളിൽ പറ്റിപ്പോയ പല കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എല്ലാ മനുഷ്യരും തെറ്റ് പറ്റുന്ന ആൾക്കാരാണ്, തെറ്റ് സംഭവിക്കും. പക്ഷേ നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമുക്കത് നമ്മുടെ മിസ്റ്റേക്സ് ഒന്നും തിരുത്താൻ പറ്റൂല. പക്ഷേ ഈ ഒരു സമയം തൊട്ടടുത്ത് വന്നിട്ടുള്ളത് മൂൺ കാർഡാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു തിരിച്ചറിവ് വരുന്നു എന്നുള്ളതാണ്. നമ്മൾ ആ ഡിവൈനുമായിട്ട് ശരിക്കും കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതെന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് തിരുത്താൻ പറ്റുന്ന തെറ്റാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം എനിക്ക് തിരുത്താൻ പറ്റുമോ എന്നൊക്കെ ആലോചിക്കുന്നു എന്നുള്ളതാണ്. 5 ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. അപ്പം ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഉള്ളിലൊരു കോൺഫ്ലിക്റ്റ് കിടക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു അടുത്ത കാലത്തായിരിക്കും നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് തിരിച്ചറിയുന്നത്. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും മിസ്റ്റേക്ക് അല്ല എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം തിരിച്ചറിയുന്നുണ്ട് ഇത് എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്. ചിലപ്പോൾ അത് റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ആയിരിക്കാം, അതിൽ നിങ്ങൾ കുറേ ഈഗോ കാണിക്കുകയോ നിങ്ങൾ ക്ഷമിക്കാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വഷളായി പോയിട്ടുണ്ടായിരിക്കാം. അത് നിങ്ങൾ വീണ്ടും ഒന്ന് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ പിന്നെ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഭാഗത്ത് എന്താണ് മിസ്റ്റേക്ക്, ഞാൻ എന്ത് കാര്യമാണ് മാറ്റേണ്ടത്, അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾ വീണ്ടും ചിന്തിക്കുന്നുണ്ട്. പിന്നെ ചില സമയം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കുറ്റം പറയാൻ തോന്നുന്നുണ്ട്. ഞാൻ എന്തിനാണ് ഞാൻ ആ കാര്യം ചെയ്യാൻ പോയത്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഇടപെടാൻ പോയത് എന്തിനാണ്, ആ ഒരു വ്യക്തിയോട് അങ്ങനെ സംസാരിച്ചത് എന്തിനാണെന്നൊക്കെ സ്വയം ചിന്തിച്ച് വിഷമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ പാസ്റ്റായിട്ട് എന്നെ കാണാൻ ശ്രമിക്കുക. നമ്മൾ പാസ്റ്റിൽ പോയി തിരുത്താൻ പറ്റൂല. പാസ്റ്റിലുള്ള നടന്ന എല്ലാ കാര്യങ്ങളും
നമുക്ക് ഈ ഒരു സമയം അതൊരു ലെസൺ ആണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നമുക്ക് ഇനി മുന്നോട്ട് പോകുന്ന നമ്മളുടെ യാത്രയിൽ ഈ ഒരു കാര്യം നമുക്കൊരു പാഠമായി തന്നെ ഇരിക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി. ഫോർ ഓഫ് സോഡ്സിന്റെ എനർജിയാണ് ഇതില്. നിങ്ങൾ ഇന്നത്തെ ദിവസം മെഡിറ്റേഷനൊക്കെ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമായിരിക്കണം. ഡിവൈനുമായിട്ട് കൂടുതൽ അടുക്കാനുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാകും. അല്ലെങ്കിൽ ആ ഒരു വിളി, ദൈവവിളി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ആ ഒരു തോട്ട് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളത്, സ്പിരിച്വലായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടെന്നും അത് നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പൂർത്തിയാക്കാത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ശരിക്കും ഒരു ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളൊരു ഒരു ഒരു തോന്നൽ നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ശക്തമായൊരു തോന്നൽ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്പിരിച്വൽ പ്രാക്ടീസസ് റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ജസ്റ്റിസ് ആണ്. അപ്പം നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഇത് നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം, ഒരു മിസ്റ്റേക്ക്, അതിൻ്റെ ഒരു ഫലം നിങ്ങൾ അനുഭവിച്ച ഒരു സമയമായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളത് സമാധാനിക്കുന്നുണ്ട്, ഇതെൻ്റെ കർമ്മഫലമാണ്. ഇപ്പൊ എന്ത് തന്നെ ആയാലും നിങ്ങൾ ചിലപ്പോൾ അറിയാതെ ചെയ്തതായിരിക്കാം, ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്തതായിരിക്കാം. അപ്പൊ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ അനുഭവിച്ച എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഫലം അതെന്തുകൊണ്ടാണ്, ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ അനുഭവിച്ചത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുള്ളത് പാസ്റ്റിലെ ഒരു കർമ്മഫലമാണെന്ന് മനസ്സിലാക്കി സമാധാനിക്കുന്ന ഒരു എനർജിയാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, അപ്പം എനിക്ക് നല്ല കർമ്മത്തിനും ഫലം കിട്ടുമല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മത്തിനും ഫലം കിട്ടും. അപ്പോൾ അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കാൻ ശ്രമിക്കുക. 3 ഓഫ് കപ്പിന്റെ എനർജിയാണ്. നിങ്ങളുടെ ഒരു എനർജി ലെവലുമായി കണക്റ്റഡ് ആകുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ചേരുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സൗഹൃദങ്ങൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് അതൊരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റി ആയിരിക്കാൻ സാധ്യതയുണ്ട്. കുറേ ആൾക്കാരും സ്പിരിച്വൽ കമ്മ്യൂണിറ്റിയിൽ ചേർന്നിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരുപാട് ശരിക്കും നിങ്ങളുടെ ഒരു സോളിന് ഗ്രോത്ത് കിട്ടുന്നുണ്ടായിരിക്കാം. നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കാം. പക്ഷെ നമ്മളായിട്ട് തന്നെ നിന്ന് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. നമ്മൾ ഒരിക്കലും ഒരു കാര്യത്തിനും അഡിക്റ്റഡ് ആകാൻ പാടില്ല. നമ്മളുടെ ഒരു ഫ്രീ വിൽ ഉപയോഗിച്ച് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ പ്രവർത്തിക്കുക. ഏസ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. ഒരു പുതിയ അവസരം, അതൊരു തൊഴിലവസരമായിരിക്കാം, നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അപ്പം ഈ ഒരു സമയം നിങ്ങൾ ഒരു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു പുതിയ ജോലി കിട്ടുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം ചിലപ്പോൾ കുറച്ച് മടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിനും വയ്യാന്ന് വിചാരിച്ച് മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ആക്ഷൻ എടുത്ത് ഒന്ന് എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മനസ്സ് മടുത്തിരിക്കുന്ന കുറേ ആൾക്കാരുടെ എനർജിയാണ്. അപ്പോൾ മനസ്സ് മടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇന്ന് പുതിയ ചാൻസ് വരുന്നുണ്ട്. ആ ചാൻസ് മാക്സിമം നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. സെവൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങൾ പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് പകുതിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകിൽ പൂർത്തിയാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ ഒരു സമയം നിങ്ങൾ ചെയ്ത കാര്യത്തിനുള്ള ഫലം ഈ ഒരു സമയം നിങ്ങൾ എടുക്കാനുള്ളൊരു ഒരവസ്ഥ ഇപ്പോൾ ഉണ്ടായിരിക്കാം. ചിലപ്പം ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്കാണെങ്കിൽ പാസ്റ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റും എന്നാണ് കാണുന്നത്. നിങ്ങൾ പിന്നെ പാസ്റ്റിൽ ചെയ്തു പോയ ആ കാര്യങ്ങൾ വീണ്ടും ഒന്നേന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഇത് വേണ്ടതാണോ, ഇത് ഞാൻ ചെയ്യേണ്ടതാണോ, ഇതിൽ കൂടുതൽ എന്താണ് ഞാൻ ചെയ്തു കൊടുക്കേണ്ടതെന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നു എന്നാണ് കാണുന്നത്. 8 ഓഫ് കപ്പിന്റെ എനർജിയാണ്. കുറേ നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ അടുത്ത സമയമായിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഇടപെടാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല.
നിങ്ങൾ മറ്റാരുടെയും കാര്യത്തിൽ ഇടപെടാതെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചിലപ്പം ഒരുപാട് പാസ്റ്റിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടായിരിക്കാം. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ, പല കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കാതെ വന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ പുതിയ ഒരു വഴി, ദൈവം തന്നെ പുതിയൊരു വഴി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരിക്കും. പാസ്റ്റിൽ ചിലപ്പോൾ എന്ത് കാര്യങ്ങളൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്, അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമേ അല്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ദൈവം തന്നെ ഒരു പുതിയ വഴി, ഒരു നല്ല വഴി കാണിച്ചു തരുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ആ വഴിയിലൂടെ നിങ്ങൾ നടക്കുന്നു എന്നാണ്. പുതിയൊരു വഴി നിങ്ങൾക്ക് ഒരു നല്ല വഴി തന്നെ ആയിരിക്കും. നിങ്ങളുടെ യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ടാണ് പുതിയ കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതും പുതിയ വഴികൾ നിങ്ങൾക്ക് കിട്ടുന്നതും പുതിയ പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയം ഓപ്പൺ ആകുന്നു എന്നാണ് കാണുന്നത്. ത്രോണാണ്. നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇപ്പൊ ചാൻസ് കിട്ടുന്നു എന്നാണ് കാണുന്നത്. നമുക്ക് നമ്മളുടെ കഴിവുകൾ പൂർണ്ണമായും ഉപയോഗിക്കാൻ പറ്റണം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിനുള്ള ചാൻസുകൾ വരുന്നുണ്ടായിരിക്കാം. അത് എന്ത് തന്നെ ആയാലും ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക മാക്സിമം. മ്യൂറലാണ്. ബി യുവർ ഓൺ ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. അപ്പൊ നിങ്ങളാണ് നിങ്ങളുടെ ആദ്യത്തെ പ്രയോറിറ്റി എന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്ക് കൊടുക്കേണ്ട സ്നേഹവും പരിചരണവും സംരക്ഷണവും ഒക്കെ നിങ്ങൾ തന്നെ കൊടുക്കുക. നമ്മളിത് മറ്റാരെങ്കിലും ചെയ്തു തരും എന്ന് വിചാരിക്കാതിരിക്കുക. നമ്മളെ സന്തോഷിപ്പിക്കാനുള്ള ബാധ്യത നമുക്ക് മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇതാ നമ്മളുടെ സന്തോഷങ്ങൾ മുഴുവൻ നമ്മൾ മറ്റുള്ള ആൾക്കാരിൽ കൊണ്ട് കൊടുത്തിട്ട് അവർ നമ്മളെ സന്തോഷിപ്പിക്കുന്നില്ല, അവർ നമ്മളെ കെയർ ചെയ്യുന്നില്ല, അവർ വേണ്ടത്ര സമയം നമുക്ക് തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരാതിപ്പെട്ടുകൊണ്ടിരിക്കാതെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ പറ്റും അതിൽ പൂർണ്ണമായും നിങ്ങൾ ആ ഒരു കാര്യത്തിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾക്കുള്ളത്. ചിലപ്പോൾ അത് ഹിഡൻ ആയിരിക്കും. നിങ്ങളത് തിരിച്ചറിയാതിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരിച്ചറിയാനും അതിനെ ഒന്ന് പരിപോഷിപ്പിക്കാനും ശ്രമിക്കുക. അപ്പൊ ഇതാണ് ഇന്നത്തെ ഡിവിൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിംഗ് പേയ്മെന്റ് ഉണ്ട്. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖവും സന്തോഷവും സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.